വുമൺ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ എക്സാം എഴുതിയ കൂട്ടുകാർക്ക് വേണ്ടിയാണ്. അപ്പം നമ്മൾ എക്സാമിൻ്റെ ആൻസറൊക്കെയാണ് ഇപ്പം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പരീക്ഷ എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ പറയണം. അതുപോലെ തന്നെ നമ്മുടെ കറണ്ട് അഫെയർ ടോപ്പിക്കിലും അതായത് സ്പെഷ്യൽ ടോപ്പിക്സിലും ഒക്കെ നമ്മൾ പഠിപ്പിച്ചതിനകത്തു നിന്നൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്സ് സിലബസിന് വെളിയിലായിട്ടുള്ള ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ട്. പിന്നെ പൊതുവെ പറയുകയാണെങ്കിൽ മലയാളം എളുപ്പമായിരുന്നു, ഇംഗ്ലീഷും മാത്സും അല്പം ടഫായിരുന്നു, പിന്നെ ജി കെ പാട്ടിലെ ചില ക്വസ്റ്റ്യൻസൊക്കെ ടഫായിരുന്നു. എന്നാലും ഒരു ആവറേജ് ലെവൽ പരീക്ഷയായിരുന്നു. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യനും നമുക്ക് ഡിസ്കസ് ചെയ്തങ്ങ് പോവാം, ആൻസർ ഏതൊക്കെയാണെന്ന് നോക്കി പോവാം. അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ കോഡ് എ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്ന ഏത് പ്രസ്താവനകൾ ആണ് ഗുരുവായൂർ സത്യാഗ്രഹത്തെ സംബന്ധിച്ച് ശരിയായിട്ടുള്ളതെന്നാണ്. അപ്പോൾ 3 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. അപ്പോൾ നോക്കാം. 1931 നവംബർ 12-ാം തീയതി ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചു. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് അല്ലേ? നവംബർ 12-നല്ലല്ലോ, നവംബർ 1-നല്ലേ ആരംഭിച്ചത്. അപ്പോൾ അത് തെറ്റായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ പി കൃഷ്ണപിള്ളയും മന്നത്ത് പത്മനാഭനും സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത നേതാക്കളാണ്. അതുപോലെ തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എല്ലാ ഹിന്ദുക്കൾക്കും പ്രവേശനം നൽകുക എന്നതായിരുന്നു ലക്ഷ്യം. അത് ശരിയാണ്, ഇത് ശരിയാണ്. അതുപോലെ തന്നെ 1932 ഒക്ടോബർ 2-ാം തീയതിയാണ് സത്യാഗ്രഹം അവസാനിച്ചത്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 1-ൻ്റെ ആൻസർ ഓപ്ഷൻ സി. 2, 3, 4 ശരി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ 4 പ്രധാന സംഭവങ്ങളും അവ നടന്ന വർഷങ്ങളും താഴെ നൽകുന്നു. അവ ചേരുംപടി ചേർക്കുക എന്നതാണ് ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. രണ്ടാം വട്ടമേശ സമ്മേളനമുണ്ട്. പ്രവിശ്യകളിലെ കോൺഗ്രസ് മന്ത്രിസഭകൾ രാജിവെച്ചു. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചു. ബർദോളി സത്യാഗ്രഹമാണ്. പിന്നെ അതിൻ്റെ വർഷങ്ങളുമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. പ്രവിശ്യകളിലെ കോൺഗ്രസ് മന്ത്രിസഭ രാജിവെച്ചതൊക്കെ നമുക്ക് പെട്ടെന്ന് അതൊന്നും കിട്ടത്തില്ല. അപ്പം നമുക്ക് കിട്ടുന്നത് നോക്കി പോകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ആൻസറിലോട്ട് കണ്ടെത്താൻ പറ്റും. അതായത് രണ്ടാം വട്ടമേശ സമ്മേളനം 1931 നമുക്കതറിയാമേ, രണ്ടാം വട്ടമേശ സമ്മേളനം. അതുപോലെ തന്നെ ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചത് 1922. അതുപോലെ തന്നെ ബർദോളി സത്യാഗ്രഹം എന്നാണ്. ബർദോളി സത്യാഗ്രഹം 1928 ബർദോളി സത്യാഗ്രഹം വരുന്നത്. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മളെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1 സി എ, 2 ഡി എ, 3 എ, 4 ബി എ. അപ്പോൾ അങ്ങനെയൊക്കെ തിങ്ക് ചെയ്ത് ആൻസർ കണ്ടുപിടിച്ചവർക്ക് ഇത് ആൻസറായിട്ട് കിട്ടിക്കാണും. പക്ഷേ നമ്മൾ പ്രവിശ്യകളിലെ കോൺഗ്രസ് മന്ത്രിസഭകൾ രാജിവെച്ചത് നമുക്ക് പെട്ടെന്ന് കിട്ടില്ല. നമ്മൾ അത്ര ഡീപ്പായിട്ട് പഠിക്കുന്നില്ലല്ലോ, നമ്മൾ സിലബസ് അത്ര ഡീപ്പായിട്ട് പറയുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ അപ്പം ബാക്കിയുള്ള രണ്ടാം വട്ടമേശ സമ്മേളനവും ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചതും ബർദോളി സത്യാഗ്രഹം അറിയാവുന്നവർക്ക് ഈ ആൻസർ എളുപ്പം കിട്ടും. ഓപ്ഷൻ ബി ആണ്. 1 സി, 2 ഡി, 3 എ, 4 ബി. മൂന്നാമത്തെ ചോദ്യം അല്പം വളരെ ടഫായിട്ടുള്ള ചോദ്യമായിരുന്നു. അതായത് കാലഗണന അടിസ്ഥാനത്തിലൊക്കെ പെട്ടെന്ന് എഴുതുകയെന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല, നമ്മുടെ സമയം കളയും. ഇത് മിക്കവാറും നമ്മുടെ കൂട്ടുകാരെല്ലാം സ്കിപ്പ് ചെയ്തൊരു സംഭവമായിരിക്കും. ഇതിന് ആൻസർ വരുന്നത് ഞാൻ പറയാം. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. 2 കാലഗണന അടിസ്ഥാനത്തിലാണ്. 2 അതായത് ചൈനയിലെ റിപ്പബ്ലിക്കൻ വിപ്ലവം, അതുപോലെ തന്നെ ലോങ് മാർച്ച്, അത് കഴിഞ്ഞിട്ട് ജപ്പാൻ്റെ ചൈന ആക്രമണം, അത് കഴിഞ്ഞ് മഹത്തായ സാംസ്കാരിക വിപ്ലവം. അപ്പോൾ ഓപ്ഷൻ ഡി ആണ്. 2, 1, 4, 3. ഇത് മിക്കവാറും നമ്മുടെ കൂട്ടുകാരികളെല്ലാം സ്കിപ്പ് ചെയ്യുന്നൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും. കാരണം ഇത്ര സമയം നമുക്ക് ആലോചിച്ച് കളയാനില്ലല്ലോ, ഇതിന് പുറകെ മാത്രം പോകാൻ പറ്റില്ല. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. നല്ല ടഫായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നാലാമത്തെ ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന ഏത് പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്? ഏത് പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്? അപ്പോൾ ഓരോ പ്രസ്താവനകൾ നമുക്ക് നോക്കിപ്പോവാം. 1944 ക്രിപ്സ് മിഷൻ ഇന്ത്യ സന്ദർശിച്ചു. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതുപോലെ തന്നെ ഇവിടെ ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തെറ്റായിട്ടാണ്. അതുപോലെ തന്നെ 1946 ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യയിലേക്ക് അയച്ച ക്യാബിനറ്റ് മിഷനിൽ 3 അംഗങ്ങളുണ്ടായിരുന്നു. അതും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതുപോലെ തന്നെ 1945 ബ്രിട്ടനിൽ അധികാരത്തിൽ വന്ന ലേബർ പാർട്ടി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിനെ എതിർത്തു. അതുപോലെ തന്നെ മൗണ്ട് ബാറ്റൻ പ്രഭുവാണ് ജൂൺ 3 പദ്ധതി തയ്യാറാക്കിയത്. അപ്പോൾ ഇതിന് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 3, 4 ഇതിൻ്റെ ശരിയായിട്ടുള്ള ആൻസർ വരുന്നത്. അടുത്തത് 5ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നവയിൽ എ വിഭാഗത്തിലെ ബന്ധം മനസ്സിലാക്കി ബി വിഭാഗവുമായി ഉത്തരം കണ്ടെത്തുക. എന്തുവാണ് ഇത്? എ വിഭാഗം, ബി വിഭാഗം അങ്ങ് തന്നാൽ പോരായിരുന്നു. അപ്പോൾ നമുക്ക് ഓരോ ബന്ധങ്ങൾ നോക്കാം. കാൺപൂർ നാനാ സാഹിബ്. അപ്പോൾ 6 ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാൺപൂർ നാനാ സാഹിബ് ആണെങ്കിൽ 6 ആരായിരിക്കും? കൻവർസിംഗ് ആണ്. ഓപ്ഷൻ നോക്കുമ്പോൾ കൻവർസിംഗ് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. കൻവർസിംഗ്. അതുപോലെ തന്നെ ഡൽഹി ബഹദൂർ ഷായും, അതുപോലെ തന്നെ ബെറോട്ട് ഷാമൽ ആണ് വരുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 1 കൻവർസിംഗ്, 2 ഷാമലും. 5ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ സി ആണ്. 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം.
താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏത് പ്രസ്താവനകളാണ് തെറ്റായിട്ടുള്ളത് നോക്കാം. 1946 ഡിസംബർ 10-ാം തീയതി ഐക്യരാഷ്ട്ര സംഘടനയുടെ പൊതുസഭ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തി. തെറ്റായിട്ടുള്ളതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്, ഇവിടെ അണ്ടർലൈൻ ചെയ്യണം, തെറ്റായിട്ടുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അതുപോലെ തന്നെ ലോക വ്യാപാര സംഘടനയുടെ 1995 ജനുവരി 1-ാം തീയതി പ്രവർത്തനം ആരംഭിച്ചത്, അത് ശരിയായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ലോക വ്യാപാര സംഘടന ആസ്ഥാനം ന്യൂയോർക്ക് അല്ല ജനീവയാണ്. അപ്പം 1ഉം 3ഉമാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, 1ഉം 3ഉമാണ് വരുന്നത്. 6ൻ്റെ ആൻസർ ഓപ്ഷൻ സി. 7ാമത്തെ ചോദ്യം, കരിമ്പ് കൃഷി, പരുത്തി കൃഷി തുടങ്ങിയവയ്ക്ക് അനുയോജ്യമായ കറുത്ത പരുത്തി മണ്ണ് ഉണ്ടാകുന്നത് ഏത് പാറ പൊടിഞ്ഞാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ബസാൾട്ട് ആണ്. 8ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന വാതകങ്ങളിൽ ഹരിതഗ്രഹ പ്രഭാവത്തിന് കാരണമാകുന്ന ഏതാണ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. 9ാമത്തെ ചോദ്യം, ഉത്തര രാജസ്ഥാന് ജലസേചനത്തിന് വേണ്ടി നിർമ്മിച്ച ഇന്ദിരാ കനാൽ ഏത് നദിയിൽ നിർമ്മിച്ചിരിക്കുന്നതാണെന്നാണ് ചോദിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി സത്ലജ് ആണ്. 10 പളനി മലകളിൽ സ്ഥിതി ചെയ്യുന്ന ഹിൽ സ്റ്റേഷൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി കൊടൈക്കനാൽ. പളനിയിലൊക്കെ പോയവർക്ക് പെട്ടെന്ന് കിട്ടും. നമ്മളെല്ലാം പളനി പോകുമ്പോൾ കൊടൈക്കനാലിൽ കയറിയിട്ടാണ് പോകുന്നത്, അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് കിട്ടും. പളനി മലകളിൽ സ്ഥിതി ചെയ്യുന്ന ഹിൽ സ്റ്റേഷൻ ഏതാണ്? കൊടൈക്കനാൽ. ആൻസർ ഓപ്ഷൻ ബി ആണ്. 11ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും ചെറിയ യൂണിയൻ ടെറിട്ടറി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ലക്ഷദ്വീപ് ആണ് വരുന്നത്. 12ാമത്തെ ചോദ്യം കറണ്ട് അഫയർ ആണ്. 2023 ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് ലഭിച്ച മെഡലുകളുടെ എണ്ണം ആൻസർ ഓപ്ഷൻ എ 107 ആണ്. 107 മെഡലുകളാണ്. അതെല്ലാവർക്കും കിട്ടിയെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ 13ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ശരിയായത് നോക്കുക. GDP നിരക്ക് വർദ്ധിച്ചു, ശരിയായിട്ടുള്ളതാണ്. വിദേശ നാണയ ശേഖരം വർദ്ധിച്ചു, ശരിയായിട്ടുള്ളതാണ്. കൃഷിയിൽ പുരോഗതി ഉണ്ടായി, അതുപോലെ അത് തെറ്റായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ വിദേശ മൂലധന നിക്ഷേപം വർദ്ധിച്ചു. അപ്പോൾ ഇതിന് ആൻസർ ഓപ്ഷൻ ബി ആണ്. 1, 2, 4 ആണ് ആൻസറായിട്ട് വരുന്നത്. 14ാമത്തെ ചോദ്യം, താഴെ പറയുന്ന വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾ അവയുടെ ആസ്ഥാനങ്ങൾ എന്നിവയുടെ പട്ടികയിൽ നിന്നും യോജിക്കാത്തത് കണ്ടെത്തുന്നതാണ്. ഇതിനകത്ത് ഇപ്പം ലോക വ്യാപാര സംഘടന ആസ്ഥാനം ജനീവ, ലോക ബാങ്ക് വാഷിംഗ്ടൺ, അന്താരാഷ്ട്ര നാണ്യനിധി വാഷിംഗ്ടൺ, അതുപോലെ തന്നെ ഏഷ്യൻ വികസന ബാങ്ക് ബെയ്ജിംഗ്. അതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഏഷ്യൻ വികസന ബാങ്ക് ബെയ്ജിങ്ങിലല്ല വരുന്നത്, മാനിലാണ്, ഫിലിപ്പൈൻസിലാണ് വരുന്നത്. അതോടത്ത് വെച്ചോണേ. 15ാമത്തെ ചോദ്യം, നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ ചെയർമാനായ? ആൻസർ ഓപ്ഷൻ എ നരേന്ദ്രമോദി. അത് നമുക്കറിയാം, ചെയർമാൻ പ്രധാനമന്ത്രിയാണ് വരുന്നത്, അപ്പോൾ നരേന്ദ്രമോദിയാണ് ആൻസർ ഉണ്ട്. 16ാമത്തെ ചോദ്യം, കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ആൻസർ ഓപ്ഷൻ സി പീച്ചി. സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. 17ാമത്തെ ചോദ്യം, ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ചേർത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായ ഏതെന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്ന് നോക്കാം. ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടി, ശരിയായിട്ടുള്ളതാണ്. ഡോക്ടർ MS സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ്, ശരിയായിട്ടുള്ളതാണ്. ഭക്ഷ്യധാന്യങ്ങളുടെ ഇറക്കുമതിയിലുള്ള ആശ്രയത്വം കുറഞ്ഞു, ശരിയായിട്ടുള്ളതാണ്. ഇന്ത്യയിൽ പ്രധാനമായും ഹരിത വിപ്ലവം ഗോതമ്പ് വിപ്ലവം എന്നറിയപ്പെടുന്നു, ശരിയായിട്ടുള്ളതാണ്. ഇതിന് ആൻസർ ഓപ്ഷൻ സി ആണ്. 1, 2, 3, 4 എല്ലാം ശരിയായിട്ടുള്ള ആൻസറാണ് വരുന്നത്. അപ്പോൾ ഈ 17ൻ്റെ ആൻസർ ഓപ്ഷൻ സി. 18ാമത്തെ ചോദ്യം, ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്? ആൻസർ ഏ 1950 ആണ്. 19ാമത്തെ ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായത് ഏതെന്നാണ് നോക്കേണ്ടത്. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനം 1946 ഡിസംബർ 9 നടന്നു, ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അതുപോലെ തന്നെ സമിതിയിലെ മുഴുവൻ അംഗങ്ങളും രാജ്യത്തിൻ്റെ വിവിധ പ്രവിശ്യകളിലും നിയമസഭാംഗങ്ങളിൽ നേരിട്ട് തിരഞ്ഞെടുക്കാത്തവരും വന്നിട്ടുണ്ട്. അപ്പം അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. സമിതിയുടെ രൂപീകരണം ക്യാബിനറ്റ് മിഷൻ പ്ലാൻ നിർദ്ദേശം അനുസരിച്ചാണ്, അത് ശരിയായിട്ടുള്ളതാണ്. അപ്പം 1ഉം 3ഉം പ്രസ്താവനകൾ മാത്രമാണ് ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ വരുന്നത്. ഓപ്ഷൻ 19ൻ്റെ ആൻസർ ഓപ്ഷൻ ബി. 1ഉം 3ഉം പ്രസ്താവനകൾ മാത്രം. 20ാമത്തെ ചോദ്യം, കേരളത്തിലെ ഭരണകൂട അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കുന്നതിനും പരിഹരിക്കുന്നതിനും ആയി നിലവിൽ വന്ന കമ്മീഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി കേരള സംസ്ഥാന ലോകായുക്ത. കേരളത്തിൽ ലോകായുക്തം, കേന്ദ്രത്തിൽ ലോക്പാലുമാണ്. മനസ്സിലായല്ലോ, പഠിച്ച അതപ്പോൾ എല്ലാവർക്കും കിട്ടിക്കാണും. 21ാം ചോദ്യം, ഇന്ത്യൻ ഭരണഘടന ഒരു കുറ്റാരോപിതന് നൽകുന്ന അവകാശങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത്, അതായത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്, ഒരു വ്യക്തിയും ഒരേ കുറ്റത്തിന് ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടുള്ളതല്ല, അത് ശരിയായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഒരു നിയമം നിലവിൽ വരുന്നതിന് മുമ്പുള്ള നടപടിയെ കുറ്റകൃത്യമായി പ്രഖ്യാപിക്കാൻ പാടില്ല, അത് ശരിയായിട്ടുള്ളതാണ്. ഒരു വ്യക്തിയെ തനിക്കെതിരെ തെളിവുകൾ നൽകാൻ നിർബന്ധിക്കാൻ പാടില്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇത് വായിച്ചാൽ നമുക്ക് കിട്ടുന്നതാണ്. ആൻസർ ഓപ്ഷൻ ഡി. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ജസ്റ്റ് ഒന്ന് വായിക്കുമ്പോൾ നമുക്ക് എല്ലാം പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ്.
അതുപോലെ തന്നെ 22ാം ചോദ്യം, കേരള സർക്കാരിൻ്റെ നവകേരളം കർമ്മ പദ്ധതിയിൽ പെടാത്ത പദ്ധതി കണ്ടെത്തുക. ഇത് വളരെ എളുപ്പമായിട്ടുള്ള ചോദ്യമാണ്, എല്ലാവർക്കും കിട്ടി കാണും. നവകേരള സദസ് എന്താണ്? ബസ്, അതായത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മുഖ്യമന്ത്രിയും എല്ലാ മന്ത്രിമാരുടെയും ഒരു ജനസമ്പർക്കം പോലൊരു സദസ്സായിരുന്നു നവകേരള സദസ്സ്. അപ്പോൾ അത് നവകേരള കർമ്മ പദ്ധതിയിലുള്ള പെടാത്തയാണ്. മനസ്സിലായി? നവകേരള കർമ്മ പദ്ധതി പെടുന്നതാണ് ആർദ്രം മിഷനും ലൈഫ് മിഷനും ഹരിത കേരള മിഷനും. അപ്പോൾ ഇതെല്ലാവർക്കും കിട്ടിയെന്ന് തോന്നുന്നു. നവകേരള സദസ്സ് എന്താണെന്ന് അറിയുന്നവർക്ക് ഇത് പെട്ടെന്ന് കണ്ട് കിട്ടിക്കാണും. പെടാത്ത പദ്ധതിയാണ് വെച്ചിരുന്നത് കേട്ടോ. അപ്പോൾ 22 ആൻസർ ഓപ്ഷൻ എ, നവകേരള സദസ്സ്. 23ാമത്തെ ചോദ്യം, അനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ പ്രകാരമുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ വായിച്ച് ഉത്തരം എഴുതുക. അപ്പം നോക്കാം. ഓരോ നിയോജക മണ്ഡലങ്ങളും ഭൂമിശാസ്ത്രപരമായി വലിയ ഭൂപ്രദേശങ്ങളായിരിക്കും. അതുപോലെ തന്നെ ഓരോ നിയോജക മണ്ഡലത്തിൽ നിന്നും ഒന്നിലധികം പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നു. അതുപോലെ തന്നെ വോട്ടർമാർക്ക് സ്ഥാനാർത്ഥിക്ക് നേരിട്ട് വോട്ട് നൽകുവാൻ സാധിക്കും. അപ്പം ഇതിന് ആൻസർ വരുന്നത് എന്താണ്? ഓപ്ഷൻ സി ആണ് വരുന്നത്. പ്രസ്താവന 3 മാത്രമാണ് തെറ്റായിട്ട് വരുന്നത്. ഇതൊന്ന് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഫൈനൽ ആൻസർക്ക് വരട്ടെ. അതായത് ഓരോ നിയോജകമണ്ഡലം ഭൂമിശാസ്ത്രപരമായി വലിയ ഭൂപ്രദേശങ്ങളായിരിക്കും എന്നൊക്കെ പറയുന്നത് അത് ഒരു ഡൗട്ട് വരുന്നൊരു ചോദ്യമാണ്. മിക്കവാറും ഇത് ഡിലീഷൻ ആവുമെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഓരോ നിയോജകമണ്ഡലത്തിൽ നിന്ന് ഒന്നിലധികം പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നു, അതും ഒരു ഡൗട്ടാണ്. അപ്പോൾ എന്തായാലും ഇത് നമുക്ക് ഫൈനൽ ആൻസർക്ക് വന്നിട്ട് നോക്കാം. നമുക്ക് പ്രൊവിഷണൽ അല്ല, ഫൈനൽ ആൻസർക്ക് വരട്ടെ. 23. 24ാം ചോദ്യം, ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്ന രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെയുള്ള പാതയ്ക്ക് അടുത്തിടെ നൽകിയ പുതിയ പേര് ഏതാണ്? എന്താണ്? ആൻസർ ഓപ്ഷൻ സി, കർത്തവ്യപഥ്. 24 ആൻസർ ഓപ്ഷൻ സി, കർത്തവ്യപഥ്. 25ാമത്തെ ചോദ്യം, ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അധികാരങ്ങളുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകൾ വായിച്ച് ഉത്തരം എഴുതുക. അപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അധികാരങ്ങളുമായി ബന്ധപ്പെട്ടാണ്. അപ്പം നോക്കാം നമുക്ക്. മന്ത്രിസഭയുടെ വലിപ്പവും മന്ത്രിമാരുടെ വകുപ്പുകളും വിജയിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. അപ്പോൾ ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട് കേട്ടോ. അപ്പം വിജയിക്കുന്നതാണോ വിഭജിക്കുന്നതായിരിക്കും. ചിലപ്പം ഈ ഒരു ഓപ്ഷൻ്റെ ഇത് തെറ്റായതുകൊണ്ട് വിജയിക്കുന്നതെന്നുള്ളതുകൊണ്ട് ചിലപ്പം ആൻസർ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ രാജിയോ മരണമോ സംഭവിച്ചാൽ മന്ത്രിസഭ പിരിച്ചുവിടുന്നതായി കണക്കാക്കും. അത് ശരിയായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഭൂരിപക്ഷ പിന്തുണയുള്ള ഒരു ലോകസഭാ അംഗത്തിന് മാത്രമാണ് പ്രധാനമന്ത്രിയെ അധികാരത്തിൽ തുടരാൻ കഴിയും. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. നമ്മുടെ ഇന്ദിരാഗാന്ധിയും അതുപോലെ തന്നെ മൻമോഹൻ സിംഗും ഒക്കെ രാജ്യസഭയിൽ നിന്ന് പ്രധാനമന്ത്രിയായ ആൾക്കാരാണ്. അപ്പോൾ ഇതിന് ആൻസർ ഏതാണ്? ആൻസർ നമുക്ക് ഇങ്ങനെ പറയാം. ഓപ്ഷൻ ബി, പ്രസ്താവന 3 ആണ് തെറ്റായിട്ട് വരുന്നതെന്ന് പറയാം. പ്രസ്താവന 3 ആണ് ഇതിന് തെറ്റായിട്ട് വരുന്നത്. പിന്നെ ഈ ഓപ്ഷൻ അതായത് സ്റ്റേറ്റ്മെൻറ്റ് 1 ഇല്ലേ, 1 വിഭജിക്കുന്നതെന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷേ വിജയിക്കുന്നതെന്നായതുകൊണ്ട് ഇനിയിപ്പം എന്തായാലും ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. പ്രസ്താവന 3 തെറ്റായിട്ടുള്ളതാണ്. അപ്പോൾ 25 ആൻസർ ഓപ്ഷൻ ബി ആണ്. 26ാം ചോദ്യം, കേരളത്തിലെ ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്ക് നൽകുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പേരെന്താണ്? ആൻസർ ഓപ്ഷൻ ഡി, നിരാമയ പദ്ധതിയാണ്. 27ാം ചോദ്യം, തന്നിട്ടുള്ള പ്രസ്താവനകളിൽ കൺട്രോളർ ആൻഡ് ഓഡിറ്റ് ജനറലുമായി ബന്ധപ്പെട്ട CAG ആണ്. ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുമെന്നാണ്. അപ്പോൾ ഇതിനകത്ത് തെറ്റായിട്ട് പ്രസ്താവന വരുന്നത് അങ്ങ് പറഞ്ഞു പോവാം. പ്രസ്താവന 3 ആണ് തെറ്റായിട്ട് വരുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത് കേട്ടോ. പ്രസ്താവന 3 ആണ് തെറ്റായിട്ടുള്ളത്. അതായത് പാർലമെൻറ്റിലെ കേവല ഭൂരിപക്ഷത്തോടെ പ്രമേയം പാസ്സാക്കി ഇദ്ദേഹത്തെ ചുമതലയിൽ നിന്ന് നീക്കാൻ കഴിയുമെന്നുള്ളത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ബാക്കിയെല്ലാം ശരിയായിട്ടുള്ളത്. അതായത് സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ഓഡിറ്റ് റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്ന അതാത് സംസ്ഥാന ഗവർണർമാർക്കാണ്. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിച്ച് ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിക്കുന്നു. അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. പ്രസ്താവന 3 ആണ് തെറ്റായിട്ട് വരുന്നത്. 27 ആൻസർ ഓപ്ഷൻ എ. 28 സൂര്യൻ്റെ ഉപരിതലത്തെക്കുറിച്ച് പഠിക്കുന്നതിന് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച 2013 സെപ്റ്റംബറിൽ വിജയകരമായി വിക്ഷേപിച്ച ബഹിരാകാശ പേടനം ഏതാണ്? ആദിത്യ L1. ഞാൻ ഇന്നലെയും കൂടെ പറഞ്ഞതാണ് നമ്മൾ ഇതിനകത്ത് ചോദ്യം വരുമെന്ന്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി, ആദിത്യ L1 ആണ്. 29ാമത്തെ ചോദ്യം, 73ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ത്യയിലെ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിൽ ഉണ്ടായ മാറ്റങ്ങൾ തിരിച്ചറിയുക എന്നാണ്. ത്രിതല പഞ്ചായത്തുകൾ നിലവിൽ വന്നു. മൂന്നിലൊന്നിൽ കുറയാത്ത സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്തു. അതുപോലെ തന്നെ 29 വിഷയങ്ങൾ ഉൾപ്പെടുത്തി 11ാം പട്ടിക ഭരണഘടനയുടെ ഭാഗമായി. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. 29ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 30ാമത്തെ ചോദ്യം,
താഴെ തന്നിട്ടുള്ള വകുപ്പുകളിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടാത്ത വിഷയം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്റ്റേറ്റ് ലിസ്റ്റാണ് വരുന്നത്. ബാക്കിയെല്ലാം കൺകറന്റ് ലിസ്റ്റാണ്. മാനം തൊഴിലാളി ട്രേഡ് യൂണിയനാണ്. തൊഴിലാളി സംഘടനകൾ അഥവാ ട്രേഡ് യൂണിയൻ, വിദ്യാഭ്യാസം എല്ലാം കൺകറന്റ് ലിസ്റ്റിലാണ് വരുന്നത്. അപ്പോൾ 30ൻ്റെ ആൻസർ ഓപ്ഷൻ സി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. 31 ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ മുഖ്യ നിയമ ഉപദേശകൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി അറ്റോർണി ജനറലാണ്. അടുത്തത് 32ാമത്തെ ചോദ്യം, മനുഷ്യ ജീനോം പദ്ധതിയിലൂടെ കണ്ടെത്തിയ ഏറ്റവും വലിയ ജീൻ ഏതെന്നാണ്. അപ്പോൾ മനുഷ്യ ജീനോം പദ്ധതിയിലൂടെ കണ്ടെത്തിയ ഏറ്റവും വലിയ ജീൻ ഏതെന്നാണ്? ആൻസർ ഓപ്ഷൻ ഡി ഡീസ്ട്രോഫിനാണ്. 32 ആൻസർ ഓപ്ഷൻ ഡി ഡീസ്ട്രോഫിനാണ്. 33ാമത്തെ ചോദ്യം, ഏത് വിറ്റാമിൻ്റെ അഭാവമാണ് പിള്ളവാതത്തിന് കാരണമുണ്ടാകുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്, വിറ്റാമിൻ ഡിയുടെയാണ്. അതുപോലെ 34ാമത്തെ ചോദ്യം, വൈഡൽ പരിശോധന ഏത് രോഗകാരിയെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി സാൽമോണല്ല ടൈഫി. 34ൻ്റെ ആൻസർ ഓപ്ഷൻ ബി സാൽമോണല്ല ടൈഫി ആണ്. 35 ആഗോളതാപനത്തിന് കാരണമാകുന്ന ഹരിതഗ്രഹ വാതകങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏവാന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. CO2, CFCs, N2O, അതുപോലെ തന്നെ CH4. ഓപ്ഷൻ എ ആണ് 35ൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. 36ാം ചോദ്യം, പരമ്പരാഗത നെല്ലിനങ്ങളെ സംരക്ഷിച്ചതിലൂടെ പത്മശ്രീ പുരസ്കാരത്തിന് അർഹനായ കേരള കർഷകൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ടി സത്യനാരായണ ബേളേരി. 37 ശബ്ദത്തിന് പരമാവധി വേഗത ലഭിക്കുന്നതിന് താഴെ പറയുന്നവ ഏത് മാധ്യമത്തിലാണ്? ആൻസർ ഓപ്ഷൻ സി അലൂമിനിയം ആണ്. 38 ലാസിക് സർജറിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വൈദ്യുത കാന്തിക തരംഗം ഏതാണ് ചോദിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ അൾട്രാവയലറ്റ് ആണ്. 39 ഭൂഗുരുത്വം മൂലമുള്ള ത്വരണത്തിൻ്റെ വില ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ബി ധ്രുവമാണ് ആൻസർ ആയിട്ട് വരുന്നത്. 40ാം ചോദ്യം, പിന്നെ ഞാൻ പറഞ്ഞു ചന്ദ്രയാൻ 3യുടെ വരവ് ഇന്നലെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു. അതായത് 40ാം ചോദ്യം, ISROയുടെ അഭിമാന പദ്ധതിയായ ചന്ദ്രയാൻ 3യുടെ സോഫ്റ്റ് ലാൻഡിംഗ് നടന്നത് എന്നാണ്? നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യനാണ്. ആൻസർ ഓപ്ഷൻ ഡി ആഗസ്റ്റ് 23, 2021 ആണ് ആൻസർ. 40ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 41 ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക് നമ്പറും ഉള്ള മൂലകങ്ങളെ പറയുന്ന പേരെന്താണ്? ആൻസർ ഓപ്ഷൻ ബി ഐസോബാറുകൾ. 42ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ അയണീകരണ ഊർജ്ജം ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി നൈട്രജൻ ആണ്. 43 ലൂയിസ് ക്ഷാരത്തിന് ഉദാഹരണം ഏത്? ആൻസർ ഓപ്ഷൻ എ NH3 ആണ്. 44 ടൈറ്റാനിയം ഡൈഓക്സൈഡ് നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന ധാതു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ഇൽമനേറ്റ് ആണ്. 45 ഭൈരവി കോലം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി പടയണിയാണ്. 46 കിളിക്കാലം ആരുടെ ആത്മകഥയാണ്? ആൻസർ ഓപ്ഷൻ ബി P വത്സലയുടെയാണ്. അതുപോലെ തന്നെ 47 വാട്ടർ പോളോ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഓരോ ടീമിലെയും ഗോൾ കീപ്പർ അടക്കമുള്ള കളിക്കാരുടെ എണ്ണം. അപ്പം ഗോൾ കീപ്പർ അടക്കമുള്ള കളിക്കാരുടെ എണ്ണം ഏത് മത്സരത്തിലാണ്? വാട്ടർ പോളോ മത്സരത്തിലാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി 7 പേരാണ്. 47 ആൻസർ ഓപ്ഷൻ ബി 7 ആണ്. 48 ആയുർവേദ വൈദ്യ സമ്പ്രദായത്തെക്കുറിച്ചുള്ള ഗ്രന്ഥമായ ശരത്ചന്ദ്രിക രചിച്ചത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ പരവൂർ കേശവൻ ആശാൻ. 49 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 2022 നേടിയ സമ്പർക്ക ക്രാന്തി എന്ന നോവൽ എഴുതിയതാരാണ്? ആൻസർ ഓപ്ഷൻ സി വി ഷിനിലാലാണ്. 50ാമത്തെ ചോദ്യം, മികച്ച മലയാള ചിത്രത്തിനുള്ള 69ാമത് ചലച്ചിത്ര പുരസ്കാരം 2023 നേടിയ ഹോം സംവിധാനം ചെയ്ത ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി റോജിൻ തോമസ് ആണ്. 50ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി റോജിൻ തോമസ്. ഇനി മാത്സ് ആണ് വരുന്നത്. 51ാമത്തെ ചോദ്യം, 1, 5, 14 എന്ന സംഖ്യാശ്രേണിയുടെ പറയുന്ന പേരെന്ത്? ഇതൊക്കെ വല്ല ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ സ്തൂപിക സംഖ്യകളാണ് ശരിയായിട്ട് വരുന്നത്. അതുപോലെ 52ാമത്തെ ചോദ്യം, 3 സംഖ്യകളുടെ തുക 572. ഒന്നാമത്തേത് രണ്ടാമത്തേതിൻ്റെ ഇരട്ടിയാണ്. ഒന്നാമത്തേതിൻ്റെ 3/1 എങ്കിൽ അവയുടെ ഒരു സംഖ്യ താഴെ പറയുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 104 ആണ്. അതുപോലെ തന്നെ 53ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 15 ദിവസമാണ്. 53ൻ്റെ ആൻസർ 15 ദിവസമാണ്. മാത്സ് ആൻസർ അങ്ങ് പറഞ്ഞു പോകാം. 54ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 4 ആണ്. 54ൻ്റെ ആൻസർ ഓപ്ഷൻ ബി 4. 55ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി 8.5 ആണ്. 8.5 ആണ് 55 ഡി ആൻസർ ആയിട്ട് വരുന്നത്. 56ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ എ 34.98 ആണ്. 34.98. 57ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി 2√2 പൈ സെൻറ്റിമീറ്റർ ആണ്. 57 ഓപ്ഷൻ സി 2√2 പൈ സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. 58ാമത്തെ ചോദ്യം ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. ICDREHP ആണ്. ഇത് എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ, എല്ലാവർക്കും കിട്ടി കാണും. അതുപോലെ തന്നെ 59ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി അളിയനാണ്. അതുപോലെ തന്നെ 60ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി 87 ആണ്.
ഇംഗ്ലീഷാണ്. 61 ചോദ്യം, കംപ്ലീറ്റ് ദ ക്ലോസ് സ്യൂട്ടബിളി. ഇഫ് ഐ ഹാഡ് അറ്റൻഡഡ് ദ വെഡിങ് ആൻഡ് ഐ ഡാഷ് ആണ് ചോദിച്ചത്. എൻ്റെ ആൻസർ ഇന്ന് ഓപ്ഷൻ എ ആണ്, ഐ കുഡ് ഹാവ് മെറ്റ് ഹിം എന്നാണ് വരുന്നത്. അതുപോലെ 62 ചോദ്യം, ഐഡൻറ്റിഫൈ ദ കറക്റ്റ്ലി സ്പെൽറ്റ് വേർഡ് ഫ്രം ദ ഫോളോവിങ് ആണ്. എൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, കൊളീഗ് എന്നാണ് വരുന്നത്. ഓപ്ഷൻ സി ആണ് വരുന്നത്. 63, ഫിൽ ഇൻ ദ ബ്ലാങ്ക് യൂസിങ് ദ അപ്രോപ്രിയേറ്റ് ഫ്രൈസൽ വെർബ്. എന്താണെന്ന് നോക്കാം. ദ മാച്ച് ഹാസ് ബീൻ ഡാഷ് ഡ്യൂ ടു ദ ബാഡ് വെദർ. അപ്പം ദ മാച്ച് ഹാസ് ബീൻ കാൾഡ് ഓഫ് ഡ്യൂ ടു ദ നിർത്തിവെക്കുമെന്നല്ലേ അപ്പം പറയുന്നത്. അപ്പോൾ തന്നെ ഓപ്ഷൻ ബി ആണ് വരുന്നത്, കാൾഡ് ഓഫ് ആണ് വരുന്നത് ആൻസർ ആയിട്ട് വരുന്നത്. 64, യൂസ് ദ കറക്റ്റ് ടെൻസ് ഫോം എന്നാണ്. ഹി യൂഷ്വലി ഗോസ് ടു ഓഫീസ് ബൈ ബസ് ആണ് വരുന്നത്. ഓപ്ഷൻ സി ആണ് വരുന്നത്, ഗോസ് ആണ് വരുന്നത്. അതുപോലെ 65, ഫിൽ ഇൻ ദ ബ്ലാങ്ക് യൂസിങ് ദ കറക്റ്റ് വെർബ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ കട്ട്ലറി ഐ ബോട്ട് എസ്റ്റർഡേ ഡാഷ് ക്വിറ്റ് എക്സ്പെൻസീവ് എന്നാണ്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി വെയർ ആണ്, വെയർ ക്വിറ്റ് എക്സ്പെൻസീവ് എന്നാണ് വരുന്നത്. അടുത്ത 66, വിച്ച് അമംഗ് ദ ഫോളോവിങ് ഈസ് ആൻ അഡ്ജക്റ്റീവ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, അഡ്ജക്റ്റീവ് ആയിട്ട് വരുന്നത് മുൻഡേൻ എന്നാണ് വരുന്നത്. ഓപ്ഷൻ ബി ആണ് വരുന്നത്. അതിൽ 67, ചേഞ്ച് ഇൻ ടു പാസീവ് വോയിസ്. സമ്മൺ ഹാസ് ആസ്ക്ഡ് ജോൺ ടു മേക്ക് എ സ്പീച്ച് അറ്റ് ദ മീറ്റിംഗ്. എൻ്റെ ആൻസർ ഇന്ന് ഓപ്ഷൻ സി ആണ്, ജോൺ ഹാസ് ബീൻ ആസ്ക്ഡ് ടു മേക്ക് എ സ്പീച്ച് അറ്റ് ദ മീറ്റിംഗ് ബൈ സമ്മൺ എന്നാണ് വരുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. 68, പിക്ക് ഔട്ട് ദ വേർഡ് ഫ്രം ദ ഓപ്ഷൻസ് ആൻഡ് വിച്ച് മീൻസ് ടു സ്വിയർ ഫാൾസ്ലി എന്നാണ് വരുന്നത്. അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ, പെർജ്യൂർ ആണ് വരുന്നത്. 69, ചൂസ് ദ അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ലെറ്റ്സ് ഗോ ഫോർ എ മൂവി. അതിൻ്റെ ആൻസർ വരുന്നത് ഷാൽവി ആണ്, ഓപ്ഷൻ ഡി ഷാൽവി ആണ് വരുന്നത്. 70 ചോദ്യം, വിച്ച് അമംഗ് ദ ഫോളോവിങ് ഈസ് എ സിനോണിം. ദ വേർഡ് പെൻസീവ്. പെൻസീവിൻ്റെ സിനോണിം ഏതാണ് വരുന്നത്? ഓപ്ഷൻ എ, കണ്ടംപ്ലേറ്റീവ് ആണ് വരുന്നത്. ഇനി മലയാളമാണ്. 71 ചോദ്യം, ശരിയായ രൂപം. ആൻസർ ഓപ്ഷൻ എ, കയ്യെഴുത്താണ്. അതുപോലെ തന്നെ 72, നെന്മണി എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ്? ഓപ്ഷൻ ബി ആണ് വരുന്നത്, നെൽ പ്ലസ് മണിയാണ് വരുന്നത്. 73, വ്യാകരണം അറിയുന്നവൻ എന്നതിൻ്റെ ഒറ്റപ്പദം ഏത്? ആൻസർ ഓപ്ഷൻ എ, വ്യാകരണം എന്നാണ് വരുന്നത്, വ്യാകരണം എന്നാണ്. അതുപോലെ തന്നെ 74, ചിലർ എന്ന പദം ഏത് വചനമാണ്? ആൻസർ ഓപ്ഷൻ സി, അല്ലിംഗ ബഹുവചനമാണ്. 75 ചോദ്യം, പല്ലവപുടം വിഗ്രഹിക്കുക എന്നാണ്. പല്ലവപുടം വിഗ്രഹിക്കുക. അതിൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ ഡി, പല്ലവത്തിൻ്റെ പുടം എന്നാണ്. അതുപോലെ തന്നെ സമാന പദം എഴുതുക, മഞ്ഞ്. അതിൻ്റെ ആൻസർ 76 ആൻസർ ഓപ്ഷൻ ബി, പ്രാലേയമാണ്. 77, മാൻ എന്ന വാക്കിൻ്റെ പര്യായം ഏത്? ആൻസർ ഓപ്ഷൻ സി, ഏണം എന്നാണ്. 78, ചേർത്തെഴുതുക, ചാ പ്ലസ് ഉന്നു. ആൻസർ ഓപ്ഷൻ എ, ചാകുന്നു. 79, ശരിയായ വാക്യം. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്, നന്നായി പഠിച്ചവരെയെല്ലാം ഉന്നത വിജയം നേടി. 80 ചോദ്യം, സുപ്രസിദ്ധം എന്ന പദത്തിൻ്റെ വിപരീതം. ആൻസർ ഓപ്ഷൻ ബി, കുപ്രസിദ്ധമാണ് വരുന്നത്. അതുപോലെ തന്നെ ഇനി സ്പെഷ്യൽ ടോപ്പിക്സ് ആണ് വരുന്നത്. 81 ചോദ്യം, മോചനദ്രവ്യം ആവശ്യപ്പെടുന്നതിന് വേണ്ടിയുള്ള തട്ടിപ്പോകൽ ഏത് കുറ്റത്തിനാണ് ഉള്ള ശിക്ഷയാണ്? അപ്പോൾ നമ്മുടെ കിഡ്നാപ്പിംഗ് ആണ് വരുന്നത്, മോചനദ്രവ്യ കിഡ്നാപ്പിംഗ് ആണ് വരുന്നത്, നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ വധശിക്ഷ വരം, ജീവപര്യന്തം വരം, പിഴ വരം. അപ്പോൾ അതിൻ്റെ ആൻസർ 81 ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞിട്ടുള്ളവ എല്ലാം. അടുത്തത് 82 ചോദ്യം, എ എന്ന ആൾ ബി എന്ന ആളിനെ കൊല്ലുന്നതിന് വേണ്ടി ഒരു കുപ്പി വെള്ളത്തിൽ വിഷം ചേർത്ത് വെച്ചു. ആ വെള്ളം സി എടുത്ത് കുടിച്ചു മരിച്ചു. ഇവിടെ എ ചെയ്ത കുറ്റം എന്താണ്? അതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് വരുന്നത്, കുറ്റകരമായ നരഹത്യ. 82 ആൻസർ ബി, കുറ്റകരമായ നരഹത്യ. 83 എന്താണ്? 83 ചോദ്യം നോക്കാം. രണ്ട് വാക്യങ്ങൾ തന്നിട്ടുണ്ട്. 7 വയസ്സിൽ താഴെ പ്രായമുള്ള ഒരു കുട്ടി ചെയ്യുന്ന ഒരു തെറ്റും ഇന്ത്യൻ പീനൽ IPC പ്രകാരം 860 പ്രകാരം 1860 പ്രകാരം ശിക്ഷിക്കപ്പെടുന്നതല്ല. അതുപോലെ തന്നെ വാക്യം 2, ചില കേസുകളിൽ 7 മുകളിൽ എന്നാൽ 12 താഴെ പ്രായമുള്ള കുട്ടി ചെയ്ത തെറ്റ് ഇന്ത്യൻ പീനൽ കോഡ് 1860 പ്രകാരം ശിക്ഷിക്കപ്പെടുന്നതല്ല. അപ്പോൾ ഇതിന് ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, എ ആണ് വരുന്നത്. മേൽപ്പറഞ്ഞ വാക്യങ്ങൾ 1, 2 ശരിയാണ്. 83 ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. 84, ഇന്ത്യൻ പീനൽ കോഡ് IPC 1860 സെക്ഷൻ 269 പ്രകാരം താഴെ കൊടുത്തിട്ടുള്ളവ ഏത് പ്രവൃത്തികളാണ് കുറ്റകരമായിട്ടുള്ളത്? ഇതിന് ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്, കോവിഡ് രോഗി രോഗവിവരം മറച്ചു വെച്ച് ഒരു പൊതുയോഗത്തിൽ പങ്കെടുക്കുന്നത്. അപ്പം രോഗങ്ങളുമായിട്ട് നമ്മൾ പഠിച്ചാണ് IPCയിൽ വരുന്നത്. പക്ഷേ ഇവിടെ ഡൗട്ട് തോന്നാം, അതായത് ഓപ്ഷൻ സി, ട്യൂബർക്കുലോസിസും രോഗമല്ലേ, ട്യൂബർക്കുലോസിസ് ഉണ്ടായിരുന്ന ഒരു വ്യക്തി. പക്ഷേ ഇവിടെ വരുന്നത്, ഇത് ശ്രദ്ധിക്കണം, ചികിത്സയ്ക്ക് ശേഷം ഒരു കട നടത്തുന്നതാണ്, ചികിത്സയ്ക്ക് ശേഷമാണ് ഒരു കട നടത്തുന്നതിനെ കുറിച്ചാണ് വരുന്നത്. അതപ്പം ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. 84 ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. 85, താഴെ കൊടുത്തിരിക്കുന്നവയിൽ വിവരാവകാശ നിയമം 2005 പ്രകാരം ഈ നിയമത്തിൻ്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടത് ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പം ജസ്റ്റ് ഒന്ന് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക്
പെട്ടെന്ന് തന്നെ ആൻസർ കിട്ടും. അതായത് ഡിറ്റക്റ്റീവ് ഓഫ് റവന്യൂ ഇൻ്റലിജൻസിൻ്റെ ഇൻ്റലിജൻസ് പ്രവർത്തനങ്ങളൊന്നും നമുക്ക് വിവരാവകാശ നിയമപ്രകാരം കിട്ടുന്നതല്ല. അതുപോലെ തന്നെ ക്യാബിനറ്റിൻ്റെ ഡോക്യുമെൻറ്റുകൾ അതുപോലെ തന്നെ കോപ്പിറൈറ്റ് മുതലായ ഭൗതിക സ്വത്തവകാശ മുഖേന സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ. അപ്പം ഇത് മൂന്നും കിട്ടുന്നതല്ല. നിങ്ങൾക്ക് ജസ്റ്റ് വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഓപ്ഷൻ ഡി ആണ്. അതായത് ഡി ആണ് ആൻസർ ഇട്ടിരുന്നത്. ഓപ്ഷൻ എ ആൻഡ് ബി, എ ബി സി ആണ്. അപ്പോൾ 85ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 86 ഒരു സ്വകാര്യ സ്ഥലത്ത് നടക്കുന്ന പോലീസ് നടപടിയെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പൊതുജനങ്ങൾക്ക് ആർക്കും അവകാശമുണ്ട്. അതുപോലെ തന്നെ ഒരു സ്വകാര്യ സ്ഥലത്ത് നടക്കുന്ന പോലീസ് നടപടിയുടെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ മേൽപ്പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥർക്ക് അവകാശമുണ്ട്. ഇത് നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാണ്. അപ്പോൾ ഇതിന് ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്. മേൽപ്പറഞ്ഞ വാക്യങ്ങൾ 1, 2 ശരിയാണ്. നിങ്ങളൊന്ന് വായിച്ചു നോക്കി തന്നെ പെട്ടെന്ന് കിട്ടും. അതായത് ഒരു സ്വകാര്യ സ്ഥലത്ത് നടക്കുന്ന നടപടിയുടെ വീഡിയോ റെക്കോർഡ് പൊതുജനങ്ങൾക്ക് ആർക്കും വീഡിയോ റെക്കോർഡ് ചെയ്യാൻ ആവശ്യമുണ്ട്. പൊതുജനങ്ങൾക്കും പറ്റും, അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും പറ്റും. ഒരു സ്വകാര്യ സ്ഥലത്ത് നടക്കുന്ന പരിപാടിയിലാണ്. അപ്പം ഓപ്ഷൻ എ ആണ്. മേൽപ്പറഞ്ഞ വാചകങ്ങൾ 1ഉം 2ഉം ശരിയാണ്. അടുത്തത് 87ാം ചോദ്യം. വിവരാവകാശ നിയമം 2005 പ്രകാരം താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് ഇൻഫർമേഷൻ അഥവാ വിവരം എന്നതിൻ്റെ നിർവചനത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഏതാണ് അവിടെ വരുന്നത്? വിവരങ്ങളിൽ നിന്ന് ഉൾപ്പെടുത്തിയിട്ടില്ലാത്തത് ഏതാണ് വരുന്നത്? അതായത് ലോഗ് ബുക്കുകൾ വരും. വിവരം എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. വിവരാവകാശ നിയമം സെക്ഷൻ 2F ആണ് വിവരം എന്ന് പറയുന്നത്. വിവരം വരുന്നത് വിവരത്തിൽ നമ്മൾ ലോഗ് ബുക്ക് വരും, ഇലക്ട്രോണിക് മെയിൻ വരും, അതുപോലെ തന്നെ ഫയൽ നോട്ട്സ് വരും. അപ്പോൾ സെക്ഷൻ 2Kയിൽ പ്രതിപാദിക്കുന്ന റെക്കോർഡുകളാണ് ഇതിന് ആൻസർ വരുന്നത്. ഉൾപ്പെടുത്തിയിട്ടില്ലാതെ വരുന്നത് സെക്ഷൻ 2Kയിൽ. 2K എന്താണ് വരുന്നത്? നമ്മൾ സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ കുറിച്ചാണ് സെക്ഷൻ 2K വരുന്നത്. അപ്പോൾ ഇതിന് ആൻസർ എല്ലാവർക്കും കിട്ടിയായിരിക്കും, എളുപ്പം കിട്ടി കാണും. 87ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. 88 പൊതുജനങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്നും ലഭിക്കേണ്ട അവകാശങ്ങളിൽ താഴെ കൊടുത്തിട്ടുള്ളത് ഏത് ഉൾപ്പെട്ടിട്ടില്ല എന്നാണ്. അപ്പോൾ പരാതിയെ സംബന്ധിച്ച് കൈപ്പറ്റ് രസീത് ലഭിക്കുക. അപ്പോൾ അത് വരുന്നതാണ്, അത് നമുക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ പരാതിയുടെ ചുരുക്കം സ്റ്റേഷനിലെ സ്ഥിരം രജിസ്റ്ററിൽ രേഖപ്പെടുത്തുക, അത് ശരിയാണ്. അതുപോലെ തന്നെ സ്ത്രീകളുടെ പരാതി വനിതാ പോലീസ് സ്റ്റേഷനിൽ മാത്രം കൊടുക്കുക എന്നുള്ളത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. സ്ത്രീകൾക്ക് ആർക്ക് വേണമെങ്കിലും പരാതി കൊടുക്കാം. ഏത് സ്റ്റേഷനിൽ പോയാലും സ്ത്രീകൾക്ക് പരാതി എടുക്കാം. മൊഴി എടുക്കുമ്പോഴും മാത്രമേ വനിതാ പോലീസ് ഉദ്യോഗസ്ഥ വേണമെന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഏത് പോലീസ് സ്റ്റേഷനും സ്ത്രീകൾക്ക് പരാതി കൊടുക്കാം. അപ്പോൾ അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു വ്യക്തി ആ പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിൽ ഉണ്ടോ എന്നറിയാനും നമുക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ 88ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. 89 ക്രിമിനൽ പ്രൊസീജിയർ കോഡ് CRPC ക്രിമിനൽ പ്രൊസീജിയർ കോഡ് 1973 പ്രകാരം കൊഗ്നൈസബിൾ കുറ്റം എന്നാൽ എന്ത്? നമ്മൾ തീരം പറയുന്നതാണ്. കൊഗ്നൈസബിൾ കുറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? പോലീസ് ഓഫീസർക്ക് വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാവുന്ന കുറ്റമാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. 89ൻ്റെ ആൻസർ ഓപ്ഷൻ ബി. 90ാമത്തെ ക്വസ്റ്റ്യനും സിലബസിൽ ഇല്ലാത്തതാണ്. അതായത് നമ്മുടെ സിലബസ് ഇല്ലാത്തതാണ്. അതായത് 0 FIR കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്ന തെറ്റായ ഓപ്ഷൻ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റായ ഓപ്ഷനാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷേ ഇതും ഡിലീറ്റ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. ഇതിൻ്റെ ശരിയായിട്ടുള്ള അതായത് സീരിയൽ നമ്പർ ഇടാതെ ഒരു കുറ്റം ചെയ്യാനുള്ള ഉപാധിയാണ് 0 FIR എന്നുള്ളത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അതുപോലെ തന്നെ അഥവാ ഒരു പോലീസ് സ്റ്റേഷനിൽ രേഖപ്പെടുത്താൻ വിസമ്മതിച്ചാൽ സൂപ്രണ്ട് ഓഫ് പോലീസിന് പരാതി കൊടുക്കാവുന്നതാണ്. അതും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. തെറ്റായ ഓപ്ഷനെ കണ്ടെത്തുന്നതാണ്. അപ്പോൾ ഏത് പോലീസ് സ്റ്റേഷനിലും കുറ്റങ്ങൾ റിപ്പോർട്ട് ചെയ്യാനുള്ള ഉപാധിയാണ് 0 FIR എന്നുള്ളത് ശരിയായിട്ടുള്ളതാണ്. അപ്പം ഇത് രണ്ടുമാണ് തെറ്റായിട്ടുള്ളത് വരുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആവും. 90 ഡിലീറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ഫൈനൽ ആൻസർ കീ വരുമ്പോൾ ഡിലീറ്റ് ആയി പോയിക്കോളും. തന്നെ അല്ലാതെ സിലബസിന് വെളിയിലുമാണ്, നമ്മുടെ സിലബസ് ഇല്ല. 91 ക്രിമിനൽ പ്രൊസീജിയർ കോഡ് 1973 CRPC 1973 സെക്ഷൻ 44 അറസ്റ്റ് ചെയ്യാനുള്ള ആരുടെ അധികാരത്തെ വിവരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ബി മജിസ്ട്രേറ്റിന് അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമാണോ സെക്ഷൻ 40? നമ്മൾ തീരം നമ്മൾ പറയുന്നതായിരുന്നു. ഓപ്ഷൻ ബി ആണ് ആൻസർ. 91ൻ്റെ ആൻസർ ഓപ്ഷൻ ബി മജിസ്ട്രേറ്റ്. 92 എവിഡൻസ് ആക്ടിലെയാണ്. പക്ഷേ ഇച്ചിരി കൺഫ്യൂസ് ചെയ്യിക്കുന്നതാണ്. പക്ഷേ നിങ്ങൾക്ക് ഒന്ന് വായിച്ചൊന്ന് മനസ്സിലാക്കിയവർക്ക് ഇതിൻ്റെ ആൻസർ പെട്ടെന്ന് കിട്ടും. 92 അതായത് 40 വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച ഒരു വ്യക്തിയുടെ ജനനത്തീയതിയെക്കുറിച്ചുള്ള തെളിവായി അയാളുടെ ജനനം നടന്ന ഹോസ്പിറ്റലിലെ സമയത്തെ ഡ്യൂട്ടി ഡോക്ടറായിരുന്ന പിന്നീട് മരണപ്പെട്ടു പോയ ആളുടെ ഡയറി സ്വീകരിക്കണം എന്ന് വാദിവിഭാഗം ആവശ്യപ്പെടുന്നു. ഈ ഉദാഹരണത്തിൽ തീരുമാനമെടുക്കാൻ പ്രസക്തമാകുന്ന ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ 1872 സെക്ഷൻ ഏതാണ്? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സെക്ഷൻ 32 വരുന്നത്. സെക്ഷൻ 32 നമ്മൾ എന്താണ് പഠിച്ചത്? മരണപ്പെട്ടതോ കാണാതായതോ ആയ വ്യക്തി നൽകിയ മൊഴികളുടെ വ്യാപ്തിയെ സംബന്ധിച്ചാണ് സെക്ഷൻ 32. അപ്പം അങ്ങനെ ഈ ഒരു
അതായത് ഈ ഒരു ക്വസ്റ്റ്യൻ പെട്ടെന്ന് വായിച്ച് മനസ്സിലാക്കിയവർക്ക് പെട്ടെന്ന് ആൻസറിലോട്ട് പോകാൻ പറ്റും. ആൻസർ ഓപ്ഷൻ ബി 32 സെക്ഷൻ 32 വരുന്നത്. 32 92 ആൻസർ ഓപ്ഷൻ ബി ആണ്. 93 ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872 സെക്ഷൻ 44 പ്രകാരം ഒരു പ്രത്യേക വിഷയത്തിൽ വിദഗ്ധയായ ഒരു വ്യക്തിയുടെ അഭിപ്രായം കോടതിക്ക് തെളിവായി സ്വീകരിക്കാം. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്, വളരെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതായത് വിദഗ്ധ അഭിപ്രായം എന്ന് പറയുന്നത് എന്താണ്? വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ സെക്ഷൻ 45 അല്ലേ നമ്മൾ ഇന്ത്യൻ എവിഡൻസ് ആക്ട് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ബാക്കി രണ്ടെന്താണെന്ന് നോക്കാം. ഒരാളുടെ മനോനിലയെക്കുറിച്ചുള്ള ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അഭിപ്രായം ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872 സെക്ഷൻ 45 പ്രകാരം കോടതിക്ക് തെളിവായി എടുക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്. 93 ആൻസർ ഓപ്ഷൻ സി. വാക്യം 2 മാത്രമാണ് ശരിയായിട്ടുള്ളത്. 94 കേരള പോലീസ് ആക്ട് 2011 സെക്ഷൻ 117 പ്രകാരം പോലീസിൻ്റെ ചുമതലകളിൽ ഇടപെടുന്ന തരത്തിലുള്ള കുറ്റങ്ങൾ. അപ്പോൾ ഇത് തരത്തിലുള്ള കുറ്റങ്ങൾ, അപ്പോൾ ഇത് നമ്മുടെ സിലബസ് തന്നിട്ടുള്ളത് അത് കൊഗ്നൈസബിൾ ആണോ അങ്ങനെയൊന്നും നമുക്ക് തന്നിട്ടില്ല. ഇത് മിക്കവാറും ഡിലീറ്റ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ സിലബസ് ഇല്ലാത്ത ക്വസ്റ്റ്യനാണ്. കാരണം അതായത് കേരള പോലീസിൻ്റെ ചുമതലകളെ പറ്റിയുള്ള ഇതൊക്കെ തന്നിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് പ്രത്യേകിച്ച് പറയുന്നില്ല കൊഗ്നൈസബിൾ ആണോ അതോ നോൺ കൊഗ്നൈസബിൾ ആണോ എന്നുള്ളത്. നമുക്ക് പഠിക്കാനായിട്ട് നമ്മുടെ സിലബസ് തന്നിട്ടില്ല. അപ്പം ഇതിന് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി. ഞാൻ ഒരാളോട് ചോദിച്ചപ്പോൾ ആൻസർ വരുന്നത് കൊഗ്നൈസബിളും ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങളുമാണ് കേട്ടോ. 94 ആൻസർ ഓപ്ഷൻ ഡി ആണ്. നമ്മുടെ സിലബസ് ഇല്ലാത്തതുകൊണ്ട് മിക്കവാറും ഡിലീഷൻ ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് നോക്കാം. ഇതിന് ആൻസർ 94 ഡി ആണ്. 95 നർക്കോട്ടിക് ഡ്രഗ്സ് NDPS ആക്ട് ആണ്. നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റാൻസസ് ആക്ട് 1985 സെക്ഷൻ 37 പ്രകാരം ജാമ്യം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് താഴെ പറഞ്ഞ വാക്യങ്ങളിൽ ഏറ്റവും ശരിയായി തിരഞ്ഞെടുക്കുന്നതാണ്. അപ്പോൾ വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. പ്രോസിക്യൂഷൻ ജാമ്യാപേക്ഷ എതിർക്കാൻ അവസരം കൊടുക്കണം. അതുപോലെ തന്നെ ന്യായമായ കാരണങ്ങൾ കൊണ്ട് കോടതിക്ക് പ്രതിയുടെ നിരപരാധിത്വം ബോധ്യപ്പെടുത്തണം. അതുപോലെ തന്നെ ഓപ്ഷൻ എ ആൻഡ് ബി കൂടാതെ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് CRPC 1973 പ്രകാരം ഉള്ള വ്യവസ്ഥകൾ പാലിക്കണം. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ജസ്റ്റ് ഒന്ന് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. 96 ചോദ്യം. നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് 1985 പ്രകാരം ഉള്ള കുറ്റവുമായി ബന്ധപ്പെട്ട അറസ്റ്റിന് ശേഷം എത്ര വർഷത്തിനകം നേടിയ വസ്തു കണ്ടുപിടിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന് ആൻസർ വരുന്നത് ഇത് നമ്മുടെ സിലബസ് ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിന് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 6 വർഷമാണ് വരുന്നത്. സിലബസ് ഇല്ലാതെയാണ്. എന്നാലും നമുക്ക് നോക്കാം, ഡിലീഷാമെന്ന് നോക്കാം. 97 ഏത് പ്രായത്തിലുള്ള കുട്ടികൾക്ക് നേരെയുള്ള പ്രവേശിത ലൈംഗിക അതിക്രമണമാണ്, അതായത് പെനിട്രൽ സെക്ഷൽ അസോൾട്ട് കുറ്റത്തിനാണ് പോക്സോ ആക്ട് 2012 20 വർഷത്തിൽ കുറയാത്ത ശിക്ഷയും പിഴയും നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഏതാണ്? 16 വയസ്സാണ്. ഓപ്ഷൻ സി 16 ആണ്. അതിനാണ് 97 ആൻസർ. 98 പോക്സോ ആക്ട് 2012 സെക്ഷൻ 3 പ്രകാരം കൊടുത്ത പരാതി കെട്ടിച്ചമത്തതോ തെറ്റായ വിവരമോ ആണെങ്കിൽ അതിൽ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തിക്ക് കിട്ടുന്ന ശിക്ഷയെക്കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ജസ്റ്റ് വായിച്ചാൽ തന്നെ നിങ്ങൾക്കറിയാം ഓപ്ഷൻ എ ആണ് ആൻസർ. അതായത് 18 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കെതിരെ മാത്രമേ കുറ്റം ആവുകയുള്ളതാണ് അതിൻ്റെ ആൻസർ. 98 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 99 മിസ്റ്റർ എ ഒരു ഓഫീസിൽ ജോലി ചെയ്യവേ സഹപ്രവർത്തകരായ ചില വ്യക്തികൾക്ക് ഇമെയിലുകൾ മുഖേന അശ്ലീല ചിത്രങ്ങൾ അയച്ചു. മിസ്റ്റർ എയുടെ പ്രവൃത്തി ഇവിടെ ഇൻഫർമേഷൻ ടെക്നോളജി IT ആക്ട് പ്രകാരം 2000 പ്രകാരം താഴെ കൊടുത്തിട്ടുള്ള ഏത് വകുപ്പിൻ്റെ ലംഘനമാണ്? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ആൻസർ ഓപ്ഷൻ ബി സെക്ഷൻ 67A. 99 ആൻസർ ഓപ്ഷൻ ബി സെക്ഷൻ 67A. 100ാമത്തെ ചോദ്യം. മനഃപൂർവ്വം ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് വൈറസ് പ്രവേശിപ്പിച്ച് കുറ്റത്തിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ 2000 വകുപ്പ് ഏതാണ് ചോദിച്ചിരിക്കുന്നത്? എൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. സെക്ഷൻ 43 ആണ് വരുന്നത്. സെക്ഷൻ 43 ആണ് ഇവിടെ വരുന്നത്. അതായത് വൈറസ് ഉപയോഗിച്ചുള്ള ആക്രമണം എന്ന് പറയുമ്പോൾ ഇതിനകത്തുള്ള സെക്ഷന് വരുന്നത് സെക്ഷൻ 43 ആണ് വരുന്നത്. കമ്പ്യൂട്ടർ വൈറസ് ആക്രമണങ്ങളെ കുറിച്ചൊക്കെ ഉള്ള വരുന്നത് കേട്ടോ. അപ്പം ഇത്ര നമ്മൾ പഠിച്ചു. അപ്പോൾ ഇത്ര ക്വസ്റ്റ്യൻസാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തണം. ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞ് തന്നെ നമ്മളൊരു പോളൂടെ നമ്മുടെ ചാനലിൽ ഇടുന്നുണ്ട്. അതായത് എത്ര മാർക്ക് കിട്ടിയിട്ടുള്ളത് ആ പോളൂടെ മാക്സിമം എല്ലാവരും അറ്റൻഡ് ചെയ്യുക. ആൻസർ കീ ഒന്ന് നോക്കി കഴിഞ്ഞിട്ട് അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയിട്ടുള്ളതെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സസ്, അതായത് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ ക്ലാസ്സസ്, അതുപോലെ തന്നെ കറണ്ട് അഫെയർ, നമ്മുടെ സീരീസിൽ നിന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കറണ്ട് അഫെയറിൽ നിന്നുള്ള മിക്ക ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിപ്പിച്ച എല്ലാം ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ
സ്പെഷ്യൽ ടോപ്പിക്സ് നമ്മൾ ഒരു ആവറേജ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് എന്തായാലും ഒരു നമ്മുടെ ക്ലാസ് വല്ല ഫോളോ ചെയ്ത് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു 10 മാർക്ക് 10 to 11 മാർക്ക് കിട്ടാൻ എന്തായാലും ചാൻസ് കൂടുതലാണ് എൻ്റെ കണക്കൂട്ടൽ. അപ്പോൾ ഇതിനെ നിങ്ങൾ എന്തായാലും പോൾ ഇടുക. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു അനാലിസിസ് പോലെ ചെയ്യാം. എന്തായാലും മാത്സ് നല്ല ടഫായിട്ടുള്ളതായിരുന്നു, ഇംഗ്ലീഷും കുറച്ച് ടഫായിരുന്നു, മലയാളം എളുപ്പമായിരുന്നു, പിന്നെ ജി കെ പാട്ടിലും കുറച്ച് ക്വസ്റ്റൻസൊക്കെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. നിങ്ങൾ എന്തായാലും പോൾ അറ്റൻഡ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ, അഭിപ്രായങ്ങളൊന്ന് പറയണേ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ കറണ്ട് അഫെയർ ക്ലാസ്സും അതുപോലെ സ്പെഷ്യൽ ടോപ്പിക്സും ഒക്കെ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എങ്ങനെയുണ്ട് നമ്മുടെ ഉപകാരപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ പോൾ ഒന്ന് അറ്റൻഡ് ചെയ്യുക. അതുപോലെ തന്നെ പിന്നെ ഇനി എന്താണ് പറയാനുള്ളത്, മാർക്കും നമ്മൾ കട്ട് ഓഫ് ഒന്നും നമുക്ക് പറയാൻ സാധിക്കത്തില്ല. പോൾസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. നിങ്ങളുടെ മാർക്ക് എത്രയാണെന്നുള്ള കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ക്ലാസ്സസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പം മാക്സിമം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടിരിക്കുക. ഇനി നിങ്ങൾ മാർക്ക് കുറഞ്ഞു പോയാലൊന്നും പേടിക്കേണ്ട കാര്യമില്ല. ഇനിയിപ്പോൾ നമുക്ക് LDC എക്സാം വരുന്നുണ്ട്. അതിനുവേണ്ടി നമ്മൾ നാളെ മുതൽ ഇനി LDC എക്സാം ഫോക്കസ് ചെയ്തുള്ള ക്ലാസ്സാണ് മൊത്തം ഇടുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും LDC നേടാം. അതുപോലെ തന്നെ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ മാർക്കൊക്കെ സ്കോർ ചെയ്തോളൂ. ഫിസിക്കലിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. അപ്പം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയിട്ടുള്ളതെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. അത് കഴിഞ്ഞിട്ട് ഞാൻ കട്ട് ഓഫ് നല്ല എക്സാമിൻ്റെ ഒരു അനാലിസിസ് പോലൊരു വീഡിയോ ചെയ്യാം, നിങ്ങളുടെ മാർക്കും കാര്യങ്ങളും എല്ലാം അറിഞ്ഞതിന് ശേഷം, പോളും കാര്യങ്ങളും എല്ലാം ഇട്ടതിന് ശേഷം. അപ്പം താങ്ക് യു ഓൾ.